പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ. 2024 ഒക്ടോബർ 29 70 വയസ്സും അതിൽ കൂടുതൽ പ്രായവുമുള്ള മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വിപുലീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് 70 വയസ്സും അതിൽ കൂടുതൽ പ്രായവുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ആയുഷ്മാൻ വയവന്ദന കാർഡ് നൽകിയത്. പ്രധാനമന്ത്രി 2024 ഒക്ടോബർ 29 സമാരംഭിച്ച ആയുഷ്മാൻ വയവന്ദന കാർഡുകൾ 2 മാസത്തിനുള്ളിൽ 25 ലക്ഷം എന്ന ശ്രദ്ധേയമായ നാഴികക്കല്ലിലെത്തി. 70 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള 22,000-ലധികം മുതിർന്ന പൗരന്മാർക്ക് പ്രയോജനപ്പെടുന്ന ആയുഷ്മാൻ വയവന്ദന കാർഡ് അത് ആരംഭിച്ചതിന് ശേഷം 40 കോടിയിലധികം രൂപയുടെ ചികിത്സ ലഭ്യമാക്കി. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, ഹിപ്പ് ഫ്രാക്ചർ ഓർ റീപ്ലേസ്മെന്റ്, തിമിര ശസ്ത്രക്രിയ, പ്രോസ്റ്റേറ്റ് റിസെഷൻ, പക്ഷാഘാതം, ഹീമോഡയാലിസിസ്, എൻട്രിക് ഫീവർ, ജ്വരസംബന്ധമായ മറ്റു രോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മുതിർന്ന പൗരന്മാർ ചികിത്സ നേടിയിട്ടുണ്ട്. ആയുഷ്മാൻ വയവന്ദന കാർഡ് 70 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹ്യ സാമ്പത്തിക നില പരിഗണിക്കാതെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഇതിനകം ABPMJAYയുടെ കീഴിൽ വരുന്ന കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരിരക്ഷ ലഭിക്കും. ഗവൺമെന്റ് ആരോഗ്യ പദ്ധതി CGHS, എക്സ് സർവീസ്മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി ECHS, ആയുഷ്മാൻ കേന്ദ്ര സായുധ പോലീസ് സേന CPF എന്നിവയുൾപ്പെടെ വിവിധ ഗവൺമെന്റ് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള പദ്ധതികളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ABPMJAYയോ തിരഞ്ഞെടുക്കാം. കൂടാതെ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കോ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗങ്ങൾക്കോ ABPMJAYയിൽ നിന്ന് പ്രയോജനം നേടാൻ അർഹതയുണ്ട്. ഏകദേശം 2000 മെഡിക്കൽ നടപടിക്രമങ്ങൾക്കുള്ള ചികിത്സ ഈ കാർഡ് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ആദ്യ ദിനം മുതൽ കാത്തിരിപ്പ് കാലയളവ് കൂടാതെ നിലവിലുള്ള എല്ലാ രോഗങ്ങൾക്കും പരിരക്ഷയും ലഭിക്കുന്നു. ആയുഷ്മാൻ വയവന്ദന കാർഡിന് അർഹതയുള്ള 70ഉം അതിൽ കൂടുതലും വയസ്സുള്ള മുതിർന്ന പൗരന്മാർക്ക് വിവിധ മാർഗങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷനായി കോമൺ സർവീസ് സെന്ററിനെയും ആശ്രയിക്കാം. കേരളത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പദ്ധതി നിലവിലുണ്ടായിരുന്നത് സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ കീഴിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പുമായി ചേർന്നാണ്. നിലവിൽ RSBY അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉണ്ടായിരുന്നവരെയും ആയുഷ്മാൻ ഭാരതിലേക്ക് സംസ്ഥാനം മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 70 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് സൗജന്യമായി 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കാത്തതിനാൽ കേരളത്തിൽ ഇത് ആരംഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിലവിൽ ആയുഷ്മാൻ ഭാരതിൽപ്പെട്ടവർ വയോവന്ദന കാർഡിന് രജിസ്റ്റർ ചെയ്താൽ കാസ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് പുറത്താകും. ഇങ്ങനെ പുറത്തായവർക്ക് സൗജന്യ ചികിത്സ നിഷേധിക്കപ്പെടുന്നു. അവർക്കിനി കേന്ദ്ര പദ്ധതി കേരളത്തിൽ നടപ്പിലാവുന്നതുവരെ നിലവിലെ സാഹചര്യത്തിൽ കാത്തിരിക്കേണ്ടി വരുന്നു. നിലവിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുഖേന ആയുഷ്മാൻ ഭാരത് ആനുകൂല്യം ലഭിക്കാത്തവർക്ക് ഈ കാർഡിന് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ചികിത്സാ ആനുകൂല്യങ്ങൾ സൗജന്യമായി ലഭിക്കണമെങ്കിൽ പദ്ധതി നടപ്പിലാവുന്നതുവരെ കാത്തിരിക്കണം. ചുരുക്കത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.